എടാ ടെറസ് അടിക്കട്ടെ. വണ്ടി എടുക്കണ ഒരു വണ്ടി ഞാൻ എടുക്കട്ടെ നീല. ആ സ്നൈപ്പർ നീ ആരൊക്കെയുണ്ട് യൂണിറ്റിൽ ആരൊക്കെയുണ്ട്? ഈ വണ്ടി ഇപ്പുറത്തുണ്ട്. ആ കുഴപ്പമില്ല. എടാ നമ്മള് റേഡിയോയിൽ 11 പേരുള്ളോ? അതാണ് പറഞ്ഞത്. റോഡിന്റെ അവിടെ ടൈം ഉണ്ട്, നമുക്ക് ആയില്ല. നമ്പർ 81 അല്ലേ? എടാ 81. എനിക്ക് കേറാൻ പറ്റുന്നില്ലല്ലോ. പൊലയാടി റോള് മേടിട്ട് പൊലയാടി മോനെ. അങ്ങനെ വാങ്ങി ദേ ബോള് ബാക്കില്. ബാലിന് എല്ലാം ദൈവം. ഈ വണ്ടി ആരും എടുക്കുന്നില്ല. ഈ വണ്ടി ആർക്കും വേണ്ടേ? ഒരു വണ്ടി ഞാൻ സ്റ്റീവ് സാവേജ് കിട്ടിയടാ വന്നടാ മക്കളെ. എനിക്ക് പറ്റിയ വണ്ടിയില്ലടാ ഇവിടെ. എനിക്ക് പറ്റിയൊരു വണ്ടി കാണിച്ചു തന്നെ പെട്ടെന്ന് മാർക്കി. അവര് ചന്ദ്രന്റെ ബിൽഡിങ്ങില് 3 പേരുണ്ട് കേട്ടാ. ബിൽഡിങ്ങില് 3 പേര്, അതിന്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങില് 2 പേര്. എടാ മറ്റേ ഇതിന്റെ ലൊക്കേഷൻ നോക്കി പറയട്ടാ. ചന്ദ്രന്റെ ബിൽഡിംഗ് ഉണ്ട്, ചന്ദ്രന്റെ ബിൽഡിങ്ങില് 3 പേര്. എടാ പാലത്തിന്റെ അവിടെ ഇറങ്ങിയിരിക്കും കേട്ടാ. എടാ ഇതാണോ നോക്കി പറ. അതായത് ചന്ദ്രന്റെ ബിൽഡിങ്ങില് 3, ക്യാമറ ബിൽഡിംഗ് 4, അതാണോ നോക്കി. ഈ ബിൽഡിംഗ് ഉണ്ടോ ഒരു മാർക്ക് ആയിട്ടില്ല. അടി മേടിച്ചു വന്നാള്. ക്യാമറ ബിൽഡിംഗ് 3 പേരെ. എടാ കത്തിനുവന്റെ അവിടെ നിന്ന് ഇവൻ അടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റേ ഓപ്പണിന്ന് അടിക്കണവനെ. കവർ വേണം നമുക്കൊരു കവർ വേണം. വേറെ വണ്ടി വന്നിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ വരുന്നുണ്ട്. നിങ്ങളോട് പിങ് ചെയ്തറാ. ഇവിടെ സോണോട്ട് പിറ്റിക്ക് ഒന്നുമില്ലല്ലോ. ഉണ്ട് തോന്നുന്നു. വന്നിട്ട് പിറ്റൊക്കെ ചെയ്യുന്നുണ്ട് T45. നിങ്ങൾ ഇൻഫർമേഷൻ എടുത്തോണ്ടിരിക്കുക. 8 പ്ലേസിന് ഇപ്പൊ ഇവിടുന്ന് റേഞ്ച് ഉണ്ട് കളിയാ. ഹലോ ഒന്ന് റിപ്പയർ ചെയ്തിട്ടാ. എല്ലാരും എവിടെയാടാ? ഞാനിത് ഇവിടെ ഉണ്ട്. ഈ വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. മെയിൻ ടർഫിന്റെ അകത്ത് ആളില്ലല്ലോ. മെയിൻ ടർഫിന്റെ അകത്ത് ആളില്ല. എന്തായാലും ഇതൊരു അടി കിട്ടേണ്ട സമയമായി. ഈ വണ്ടി റേസ് ട്രാക്ക് ഒന്നും ഓടാ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ടാക്സിയിലെ ആളെ കാണുന്നില്ല കേട്ടാ. വെച്ച് കിട്ടലേ. ടാക്സി ബിൽഡിംഗ് ആളുണ്ടാ? ടാക്സി ബിൽഡിംഗ് ആളില്ലെന്നാ എന്റെ നിഗമനം. ടയർ പൊട്ടിയല്ലേ ചന്ദ്രു? പിന്നെ പൊട്ടില്ല. ടാക്സിയിലെ ആളെ കാണുന്നില്ല. നമുക്ക് സോഡ നോക്കി കളിച്ചാ പോരെ. ഒരാളെ പിക്കെടുത്തല്ലേ നമുക്ക് ഇൻഫ്ലുവൻസ് ചേർത്തുള്ളൂ. അല്ല ചന്ദ്ര സോൺ ഷിഫ്റ്റിംഗ് ഉണ്ട്. ചന്ദ്ര ഇത്രയും സമയത്തിനകത്ത് സോൺ ഷിഫ്റ്റ് ആവും. ആ സോൺ ഷിഫ്റ്റിംഗ് അവന്മാർക്ക് അവന്മാര് കൊണ്ട് ഇറങ്ങി തരും. നമുക്ക് പതുക്കെ കളിക്കാല്ലോ. പതുക്കെ കളിച്ചാൽ മതില്ല. മറ്റേത് തന്നെയാട്ടാ. ട്രാക്കിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ കളിക്കുവാണ്. അതാരായിരുന്നു വണ്ടി? ഇറങ്ങി കളിക്കണോ? അവിടെ തന്നെയാണോ? മേലെ തന്നെയാണോ? മറ്റേ ബിൽഡിംഗ് കയറി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുള്ളൂ. നീല മനസ്സിലില്ലേ?
അതല്ല പക്ഷേ ഞാൻ പറഞ്ഞ ഇവിടെ ഇല്ലേ ക്യാമറ ബിൽഡിംഗിൽ ആളുണ്ടോ? ഓക്കെ അടുത്ത നോക്കാം. നമ്മള് ഞാൻ ചന്ദ്ര ടാക്സി കയറട്ടെ നീല ടാക്സി എടാ ഇപ്പൊ വേണമെങ്കിൽ കേറി നിക്കണ്ടടാ, ആരും കേറി നിക്കണ്ടത്. ഞാൻ കേറി ഇങ്ങനെ അമ്മ ടയർ അടിച്ചു ഞാൻ അമ്മ വണ്ടി ടയർ അടിച്ചു പൊട്ടിക്കട്ടെ. വരുന്നുണ്ട് നീല. ഞാൻ ഉദ്ദേശിച്ച ചന്ദ്രൻ ബിൽഡിങ്ങിന്റെ ഇപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഇല്ല, അവിടെ കേറണോ? ചന്ദ്ര സ്വന്തമായിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഉണ്ട് ചന്ദ്ര അപ്പുറത്ത്, ടാക്സിയുടെ അപ്പുറത്ത്. ഒന്ന് വെയിറ്റടാ, ഞാനിവിടെ എന്റെ ഇത് ജിയോ റെക്കോർഡ് ചെയ്തിട്ട് ബിൽഡിങ്ങിലുണ്ട്. സൈപ്പ് നിനക്ക് എന്റെ മണ്ടയ്ക്ക് കയറാടാ. എനിക്കറിയാം, പക്ഷേ എടാ മറ്റേ ചന്ദ്രൻ ബിൽഡിങ്ങിന്റെ ഉള്ളവനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കും. പിന്നെ ഇവിടെ ഓൺ ഫുട്ട് താഴെയൊക്കെ ഉണ്ടോ? കാരണം അത് അവർക്ക് എടാ പറയണേക്ക് നീല, ചന്ദ്രൻ ബിൽഡിങ്ങിന്റെ അവിടെ സ്പ്രേ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ക്യാമറ ബിൽഡിങ്ങും അങ്ങനെയാണ് നമ്മള് കേറാം. അത് വേണ്ട കാരണം ഇപ്പൊ ക്യാമറ ബിൽഡിങ്ങിന് 2 പേര് താഴോട്ട് വേണം തോന്നുന്നു. അത് വണ്ടിയില്ല നീല, വണ്ടിയുള്ളവരാണ്. അല്ല 2 പേര് ഓൾറെഡി വണ്ടി ഈ ബിൽഡിംഗ് ഇല്ലേ, ഞാൻ മാർക്ക് ചെയ്ത ബിൽഡിംഗിന്റെ ഫ്രണ്ടില് കണ്ട് ഉണ്ട്. അതാ പറഞ്ഞ ക്യാമറ ബിൽഡിങ്ങിന് വീണു. ഇല്ലടാ, ക്യാമറ ബിൽഡിംഗ് 2 പേര് ഇപ്പോഴും ഉണ്ടേ. കവർ ചെയ്യുവാണെങ്കിൽ കേറാം. എടാ അത് വേണ്ട, അത് എന്താന്ന് വെച്ചാ ആള് കൂടുതലാ, മനസ്സിലായ? അത് എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സാധനം എത്ര പേർക്ക് അറിയാം? സ്നൈപ്പിന് അറിയാം, എനിക്കറിയാം, വേറെ ആരും ചെയ്യും കറക്റ്റ് ആയിട്ട്? ഏത് ബിൽഡിംഗ് കാരണോ? എനിക്കറിയാം. 2 പേര് പോരാ, 4 പേര് മിനിമം കയറിയാലേ അവിടെ പിക്ക് വീഴ്ത്തുന്നു. അല്ലടാ, അതിന് മുമ്പ് അടി പൊട്ടിക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്. അതോ അടുത്ത സോണിന് കളിക്കണം? അടുത്ത സോണാണെങ്കിൽ ചിലപ്പം ഇതിന്റെ മണ്ട കയറേണ്ടി വരും. എന്ന് വെച്ചാ സി ബിൽഡിങ്ങിലും പിന്നെ നമ്മൾ അന്ന് കളിച്ച പോലെ ഞാൻ പറഞ്ഞ ഈ 2 മാർക്കിൽ കളിക്കണം. ഈ മാർക്ക് കളിക്കണം. അടി കിട്ടോടാ, അടി വരുന്നു. നമ്മുടെ ക്ലോസ് ആറിലുണ്ടോ? ചന്ദ്രൻ ബിൽഡിംഗ് അടിക്കുന്ന ചന്ദ്ര, ഞാൻ താഴത്തെ അടിയേ. നമ്മുടെ ചുറ്റി കവർ ഉണ്ടോ? സീനില്ല. അല്ലെ കുറച്ച് എടാ മോബി, നീ റേസ് ട്രാക്ക് ഓടാ, അല്ലെ മറ്റേ വണ്ടി റേസ് ട്രാക്ക് ഒന്ന് കിട്ടും. മാറ്റും എല്ലാരും അടിക്കണ രീതി നോക്കണേ. ഒരു വണ്ടി ഉണ്ട്, അതിന്റെ ടയർ അടിച്ചോട്ടിക്ക്. നമ്മളെ വണ്ടി അമ്മയിലേക്ക് ഇടിച്ചു തെറിപ്പിച്ചേ. ഇല്ല 2 പേര് ക്യാമറ ബിൽഡിങ്ങിൽ ഇപ്പോഴും ഉണ്ടോ? ക്യാമറയിലുള്ള ആരെങ്കിലേ ഈ ആംഗിലോട്ട് ചന്ദ്രൻ ടാക്സി ബിൽഡിങ്ങിലോട്ട് ആംഗിലോട്ട് വല്ല നോക്കണം. ഞാൻ പറഞ്ഞാ അപ്പോഴേ ഇത് വേറെ ആടാ കേട്ടോ. അതായത് ക്യാമറ ബിൽഡിങ്ങിൽ 4 അല്ല കേട്ടോ, 4 പേര് ഓൺ ഫുട്ടാ കളിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ അടുത്ത ഇത് സോണിന് വേണ്ടി കളിക്കാം. അടിക്കുമെന്ന് നോക്കണേ. ബുള്ളറ്റ് ഇതിൽ 1000 ബുള്ളറ്റ് എന്തോ ബുള്ളറ്റൊക്കെ എടുക്കായിരുന്നല്ലോ അവിടെ വണ്ടീന്റെ ബാക്കിലുണ്ട്. മാർക്ക് വണ്ടി എടുത്തോ. എല്ലാരും ഇറങ്ങണോ? മാർക്ക് നോക്ക് എന്നെ മാർക്ക് നോക്ക്. ഇവിടെ നമ്മളിറങ്ങിയേ. അത്രേ ഉള്ളൂ. എല്ലാ എട്ടും പിടിയടാ, എല്ലാ എട്ടും പിടി, എല്ലാ സോണും എട്ടും പിടി. എടാ റേസ് ട്രാക്ക് സോൺ ഉണ്ടെന്ന് തോന്നുന്നു. റേസ് ട്രാക്ക് ഓക്കെ വേണ്ട ചന്ദ്രൻ ഇനി പോണ്ട.
നമുക്ക് ബാക്കപ്പിന്റെ ഒരു വണ്ടി നിന്നു. നമുക്ക് 2-3 വണ്ടി ഒരുമിച്ച് പുഷ് ഒന്നും നമുക്ക് ചെയ്യാല്ലേ. എടാ പുഷ് ഒന്നുമില്ല. ഞാൻ ഈ മൈൻഡർഫിന്റെ അകത്ത് ഇറങ്ങിക്കട്ടെ, അല്ലെങ്കിൽ അവര് വരും. മൈൻഡർഫിന്റെ അകത്ത് ഇറങ്ങിക്കട്ടെ. മൈൻഡർഫിന്റെ മണ്ടേ കയറിക്കോ. എടാ എല്ലാരും ഒരുമിച്ച് കളി കേട്ടാ. സോൺ എടുത്ത് വെച്ച് അടിച്ചോണ്ടിരി. എടാ വണ്ടി വരുന്നുണ്ടോടാ? മൈൻഡർഫിന്റെ അകത്ത് ഞങ്ങള് ഉണ്ടേ. ഓക്കെ എത്ര പേര് മണിക്കൂറിനകത്ത് ഞാൻ രണ്ടുപേരുള്ള ബസ് ഇവിടെ രണ്ടുപേരാണ്. കാരണം അമ്മാരിക്കുള്ള ഓപ്ഷൻ ഇവിടെയാണ്. എനിക്ക് എടാ കോള് വെക്ക് ലെഫ്റ്റ് സൈഡ് നോക്ക്. അവിടെയും കൂടെ തള്ളി കയറി വരും, മനസ്സിലായി? അത് കൂടെ നോക്കാം. ഇവിടെ ഉണ്ട്. ഒരു വണ്ടി കൂടെ വേണം കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു വണ്ടിയും കൂടി വേണോട്ടെ. ഇവിടെ ലെഫ്റ്റ് ആംഗിൾ നമുക്ക്. വണ്ടി കയറിയേ. എടാ ഈ ഓടിക്കളിക്കുന്ന ആള് ഇവിടെ കേറാ ഇതിന് മണ്ടക്ക്. എടാ ഞാൻ ഇവിടെ മന്ദാരം ഇതിന് മണ്ടേ കയറി. മന്ദാരം അകത്തോട്ടാണ്. മന്ദാരം ഈ പിങ്ങി കയറ്. നിങ്ങൾ വന്ന് കുത്തുന്നു. ഞാൻ പറഞ്ഞേക്കടാ നമുക്ക് ഈ റിഡ്ജ് വണ്ടി വരുന്നുണ്ടേ. വണ്ടി വന്നേ. ഞാൻ മേലെ കേറി. മന്ദാരം മോളിൽ കയറിക്കോ. ചന്ദ്രു സ്ഥലം പിടിച്ചു അവിടെ നിന്ന് വിട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞത് കുത്തത് ഇവിടെ കുത്തേടാ. റൈറ്റ് ലെഫ്റ്റ് കുത്തറ. എന്റെ ചുറ്റാൻ എന്റെ ചുറ്റാൻ നീല കുഴപ്പമില്ല. ഞാൻ സേഫാ നീല വെയിറ്റ്. അതാ ഞാൻ പറഞ്ഞത്. എടാ ബാക്കിയുള്ളവര് വന്ന് ഇവിടെ കുത്തറ. നമുക്ക് അവിടെ വേണം. സോൺ നോക്ക്, അടുത്ത സോൺ നോക്ക്. അതാ വാ എല്ലാരും ആകെ 2 പേരുള്ളോടാ. വാ നമ്മളും കൂടെ വരുന്നുണ്ട്. മന്ദാരം ഇവിടെ സപ്പോർട്ട് അടിയടാ. എടാ അടിയടാ. നിങ്ങൾ അടി എവിടുന്ന് അവിടുന്ന് അടിച്ചുകൂടാ. ഒരു വണ്ടി ഇരുന്ന് അടിച്ചിട്ട് കാര്യമില്ലടാ. ബാക്കിയുള്ളവരെ അടിക്കണോടാ. എടാ അടിച്ചു വിട. നമുക്ക് ആ ഏരിയ വേണം. നമുക്ക് വേണ്ടെന്നില്ല. അത് വേണ്ട നീല. ആ ഏരിയ വേണം നമുക്ക്. പക്ഷെ അടിച്ചു വിടും. കാരണം നിങ്ങളുടെ റൈറ്റ് നോക്കണം ഒരാള്. നിങ്ങളുടെ ലെഫ്റ്റ് ഈ സൈഡ്. എടാ ഞാൻ പറഞ്ഞേക്കടാ അടുത്ത ഇതിലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് കറങ്ങി അങ്ങ് പോണേടാ. ഇവിടെ കൂടെ പറ്റത്തില്ല കേട്ടാ. നമ്മൾ ഒരുമിച്ചാവും. എല്ലാരും ഒരുമിച്ചാവും. വേറെ റോഡില് കേട്ടാ ഞാൻ മാർക്കിട്ട കണ്ട ആ വഴി പോണേ. ചന്ദ്ര തിരിച്ചു അവന്മാര് അവരൊക്കെ പുഷ് ചെയ്യപ്പോ അവർക്ക് ഫോണുണ്ടാ. ബിൽഡിങ്ങിലുള്ളവർക്ക് പോവില്ലോ. സോൺ പുറത്താവല്ലോ. ടാക്സില് സോൺ ഉണ്ട് അളിയാ. ടാക്സിയിൽ സോൺ ഉണ്ട്. ഇതൊന്ന് സെന്ററിലായിരിക്കും സോൺ വരുന്നേട്ടാ. നമുക്ക് ഇച്ചൂടെ അഡ്വാൻസ് ആണ്. ഇത് സോൺ അടിച്ചാ മനസ്സിലായി. ഇത് വീണ്ടും നമ്മള് സോണിൽ തീർക്കും. കാരണം ഇത് നടുക്ക വരത്തുള്ളൂ. അവർക്ക് റൈറ്റ് സൈഡ് പിടിച്ചു വേണേ പോവാ. പക്ഷെ ആ അലാവുദ്ദീൻ അടിച്ചൂടാ. അലാവുദ്ദീനെ ഒരുത്തൻ ഇരിപ്പുണ്ട്. എടാ ടാക്സി ബിൽഡിംഗിൽ ഒറ്റ ഒരുത്തൻ. ടാക്സി ബിൽഡിംഗിൽ ഞാൻ കണ്ടവൻ ക്രോസ് ചെയ്യണത് കൊണ്ടിട്ട്. എടാ എല്ലാരും ഉണ്ടെങ്കിൽ കൊണ്ട് കുത്താം. രണ്ടുപേരെ അവന്മാര് മണ്ടേ കയറി. എടാ ഇവിടെ ഇറങ്ങി നിൽക്കുന്നടാ. നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് ഇറങ്ങി നിൽക്കുക. ഞാൻ ഇവിടെ അടിക്കാം. അവൻ എനിക്ക് ബോൾ ബാങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് സ്നൈപ്പേ. ഓ ഇത് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് പണിയാണ്. തീയപ്പ് മൊത്തത്തിൽ ഇങ്ങോട്ട് കുത്തുവാണല്ലോ. ജുഗുർ കേറി. ജുഗുർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ബ്ലേസിന്റെ പിക്ക് എടുത്തു. ജുഗുറിനെ എടുത്ത് ആഷ് ജുഗുറിനെ എടുത്തു. ഓ 1 HP ആഷ്. ആഷ് 1 HP ഇല്ല ഷോട്ടേട്ടാ. ജുഗുറി ഡൗൺ ആയി. ഒരു ഞാൻ മാത്രമുള്ള ഈ ബിൽഡിങ്ങിനകത്ത് ഓടി നടക്കുന്നുണ്ട് എപ്പോഴും. ഇവിടെ കുത്തി അടിച്ചോ. എടാ വേറെ വണ്ടി ഞങ്ങളുടെ ബൂട്ടി വണ്ടി കുത്തി. വരട്ടെ തിരിച്ചു വരട്ടെ. വണ്ടി
ആ കവർ എങ്ങനെ ഉണ്ടായിരുന്നടാ എന്റെ ചന്ദ്രന്റെ നോക്കിയോളെ പുഷിയടാ അടി എല്ലാത്തിനും അടി അങ്ങോട്ട് എല്ലാത്തിനും അടി ഇവര് വണ്ടി റെഡി ആയിരിക്കുവാണ്. ആ അതെ, കുത്തി 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 കുത്തി. ഓക്കെ, ഓസ്കാർ ഡൗൺ. ഫൈറ്റ് ആയി. ഓ 2 ഡൗണ്. രണ്ട് ഡൗണ്. പാലം ഡൗൺ ആയിട്ടുണ്ട്. ടിവിയും എല്ലാരും ഡൗൺ ആയോ? നെഞ്ചിരിപ്പിക്കുന്ന കളി. ഓക്കെ, ലാസ്റ്റ് 1. നൈസ്. ടി വി അടിച്ചെടുത്തിരിക്കുന്നു ഗൈസ്. ഫൈനലി ടി വിയെ 65 അടിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ കളം നമ്മള് 7 പേര് ഇൻസ്റ്റന്റ് ബാക്കപ്പ് ആടാ ഇത്. എല്ലാരും പെട്ടെന്ന് ഇതാക്കി. നമ്മുടെ മുമ്പിൽ വന്നവന്റെ അവസ്ഥ രാവിലെ ചുമ്മാ ടറഫ് കളിച്ചപ്പോ പറഞ്ഞിരുന്നത് അടികൊള്ള ഞാൻ കണ്ടായിരുന്നു. ഇന്ന് നീയൊക്കെ തൂറാനല്ലേ പോണേന്ന്, അതല്ലേ? നമ്മള് കളിക്കാറുണ്ട് മോശമല്ലേ? ജുഗ്രുവിന്റെ ഫസ്റ്റ് പിക്ക് ഒന്ന് കാണിക്കണം. അവന്റെ POV ജുഗ്രു എനിക്ക് അവനെ കിട്ടിയിരുന്നാടാ, അവൻ ഓടിപ്പോയി. അവൻ 2 അടി കിട്ടിപ്പോയി. എന്റെ ക്ലാസ് ഫോഗ് അടിച്ചിരിക്കുവാണോ? ഇവന്റെ ഇത് ഇങ്ങനെയാണോ? ഇങ്ങനെയാണ്. ഓടി വന്നെ ബാലൻ ആ കവർ എങ്ങനെ ഉണ്ടായിരുന്നടാ എന്റെ ചന്ദ്രന്റെ എന്റെ കളിയൊക്കെ ഉണ്ടായിരുന്നതാ. അവന് 2 ഹെഡ് കിട്ടി. അവന് இப்ப பாரு 3 பேரை ஹோல் செய்வான் பாரு. 3 பேரை இவனை சுடுவாங்கடா. ഇവനാ അവിടെ മരത്തിന്റെ അവിടെ പോയി നിൽക്കൂ. എന്റെ അമ്മ നൈസറാ.
നിന്റെ തോളിന്നാണ് വെടി പോണേ. ഇല്ല അവനെ ഞാൻ കൊന്നു, അവനെ ഞാൻ നക്കി. ഇവന്റെ റേഡിയോയിൽ നിന്നാ വെടി പോണേ, ഇവന്റെ തോക്കിന്നല്ല ഇവന്റെ റേഡിയോയിലുള്ള സാധനം വെച്ചിട്ടുണ്ടോ നീ? റേഡിയോയിലും വെച്ചിട്ടുണ്ടോ? റേഡിയോയില് കേട്ടാ ഇല്ലേ? എന്താ റേഡിയോയിലും വെച്ചിട്ടുണ്ട് ആള്. ഞാൻ കുറച്ച് റേജിലായിരുന്നു, കുറച്ച് പറയാനുണ്ടായിരുന്നു, കുറെ ആൾമാർക്ക് കുണ്ണത്ര ഉണ്ടല്ലോ അതിനകത്ത്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. വെൽ പ്ലേ T47. കുഴപ്പമില്ല, ഞാൻ ചില്ല ഇപ്പൊ. പറയാപ്പോ നമുക്ക് അടുത്ത നീ പിക്കടുത്തായി ജുഗ്രു. എടാ ജുഗ്രു ഫസ്റ്റ് പിക്ക് കാണിച്ചടാ. നീ ആരെയെ കൊന്നത് ബസ്? അയ്യോ എടാ നീ കേറി പോയത് പോലെ ഞാൻ കണ്ടില്ല. അവ ഒരു ആത്മാവായിട്ട് ഓടിയത് വില്ല പോലെ. നീ ഒരു ബുള്ളറ്റ് കൊളിച്ചായിരുന്നു, ഒരു ബുള്ളറ്റ്. ഇതാരുടെ കോളായിരുന്നടാ ഇവിടെ 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 കുത്തി ചെയ്തെടുക്കണേ? സ്നൈപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അടിയായിരുന്നടാ. നീ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത്, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ വീഴുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവനെ കണ്ടില്ല, ഈ ഗ്യാപ്പിലായി പോയി. അതാ പറഞ്ഞ, നീ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവന്മാര് 1 സെക്കൻഡ് ഡിലേയിലാണ് നീ ചാവണം. 1 സെക്കൻഡ്. എനിക്ക് ആദ്യമേ ഹെഡ് കിട്ടും. നീ അവിടെ 1 സെക്കൻഡ് വീട്ടിൽ നിന്ന് അവിടെ ആക്കാൻ പറ്റിയാണ്. ഞാൻ വില്ല വന്നോണ്ടിരിക്കുവായിരുന്നു അങ്ങോട്ട്. ഞാൻ സ്പോട്ടിൽ കേറിയപ്പോ ഇവിടെ ഓണായി. നീ എന്റെ കൂടെ ആയിരുന്നല്ലോ. ഇവനെ ഞാൻ അവിടെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വരുവാ. ഓ എന്നെ അവിടെ കൊണ്ടിറക്കും, ഇവിടെ കൊണ്ടിറക്കും, വെടിവെന്ന് പറയും. കളിപ്പാട്ടോളായിരുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വെടി കിട്ടാതെന്ന് അറിയാം. ചന്ദ്രന്റെ ഫ്രണ്ടിൽ നിന്നെല്ലാം മേടിക്കുന്നുണ്ടാ. എനിക്ക് ഒരു വെടിയിലും കൊണ്ടല്ലേ. ഞാൻ വെടിവെച്ചോണ്ടിരിക്കുന്നത് വില്ലു ഫ്രണ്ടി വന്നിട്ട്. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ കേട്ടാണ്. ചന്ദ്ര ചന്തിക്ക് അടിച്ചെടുത്ത കില്ലോടൊന്ന് കാണിക്കണേ. ഡെസ്ട്രോ ഹാക്ക് ഷുവർ. അപ്പൊ കഴിഞ്ഞോട്ട് അവൻ അവിടെ നിന്ന് നമ്മുടെ 5 പേരെ അടിച്ചപ്പോ നിനക്ക് പറയണ്ടായിരുന്നു. എടാ മറ്റേ കഴിവറാ മോനെ. കോംപ്ലിമെന്റ് പറഞ്ഞാണ് നീ അവരെങ്ങനെ വെറുപ്പിക്കല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ. അയ്യോ ഒന്നും പറയാത്ത ഒരുത്തൻ വാ തുറന്ന തെറി മാത്രം നിന്റെ ചന്ദ്ര. ഇപ്പം മനസ്സിലായത് കഴിഞ്ഞ 2 ചന്ദ്രൻ എന്തോ പറ്റി കാര്യമായിട്ട്. സത്യം നിനക്കും കൊണ്ടത്. ഞാൻ ചന്ദ്രനെ അതുകൊണ്ടാണ് ഈ ചന്ദ്രൻ എന്നെ ചീത്താക്കുന്നേ. വിഷയം ഗൈസ്. വെൽ പ്ലേഡ്, വെൽ ഫക്കിംഗ് പ്ലേഡ്, വെൽ സാവേജ് ഉണ്ടല്ലോ. സാവേജിന് നല്ല പിയോയിലാണ് ഇപ്പൊ കാണിച്ചേ. അപ്പൊ ഗ്രൈൻഡിങ് ഒരു സ്നൈപ്പിനുണ്ടല്ലോ. ഇത് ഏതോ പൊലയടിയാണ് നോക്കിക്കോ. അവനാ വന്ന് ഇവനെ കൊന്നിട്ട് പോന്ന ബാലനെ. ഇവൻ എത്ര ഇട്ട് കൊടുക്കണം? അവൻ എത്ര ഇട്ട് കൊടുത്ത് ഈ വികേണ്ട മന്ദാരം എങ്ങനെ ഉണ്ടായിരുന്നോ എന്റെ അവളെ അടിച്ച് തൊലക്കി. പിക്കായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ടീം പ്ലേ TV മെയിൻ പ്രോബ്ലം ഈസ് T47 PvP player.
അല്ലല്ല ഇതൊക്കെ എന്ത് ഡെസ്ട്രോ എത്ര രൂപ തന്നു ഡെസ്ട്രോ ടിവിയെ 2 ലക്ഷം കേട്ടാ ആദ്യം കയറി പോയേ നമ്മള് ജയിച്ചു അവര് രണ്ടെണ്ണം കൊടുത്തളിയാ ഓ അടിയാ നിങ്ങൾ നീല ഇത് പറയുന്നവനാണ് 10 പേരുടെ മുന്നേ എന്നെ ഇട്ടിട്ട് ഓടുന്നവനെ കാണിച്ചാരാടാ